ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നൊരു മീൻകറിയാണ്. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് ഒരു പിടി ചെറിയുള്ളി, ഒരു 2-3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ പുളിക്കായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് മാങ്ങയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏകദേശം അരമുറിയോളം നാളികേരത്തിൻ്റെ പാല് എടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നാളികേരപ്പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിക്കണത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഇത് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ അരമുറി നാളികേരത്തിൻ്റെ പാലും ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതേ കറി 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ചെറിയതായി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് കറിയൊക്കെ അതേ വറ്റി വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മാങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവായ കാരണം ഒരു 2 കഷ്ണം കുടംപുളി കൂടി ഒന്ന് കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ താളിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കണം. അതേ ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് ഇതേ കറി താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റിയ മീൻ കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മത്തിക്കറി. നാളികേരപ്പാലിൽ മാങ്ങയൊക്കെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുത്ത മത്തി. പിന്നെ നമ്മൾ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും 2-3 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എളുപ്പത്തിലുള്ളൊരു ഉച്ചയൂണാണത്. അതൊന്നും നമുക്ക് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് കൂർക്ക, അപ്പോൾ ഉപ്പേരിക്കായിട്ട് കൂർക്കയാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ അത് ഉപ്പിട്ട് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു 3-5 വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അതിലേക്ക് ഇടുന്നത്. ചതച്ച മുളക് പൊടി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലിൽ വെച്ചിട്ടൊന്ന് ഒരു 3-4 വറ്റൽമുളകൊന്ന് ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഉച്ചയൂണ് കറികൾ എന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും മോര്, പിന്നെ നമ്മൾ കാലത്ത് ദോശയിലേക്ക് ഉണ്ടാക്കിയ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മുടെ സ്ഥിരം മാങ്ങാച്ചാറും പിന്നെ ഫിഷ് ഫ്രൈയും
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.